ഹലോ ഡേയ്സ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഈ വർഷത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു ട്രേഡിംഗ് സമയത്തിലേക്കൊക്കെ നമ്മൾ കടക്കുകയാണ്. ഡിസംബറിലെ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് വീക്കാണ് ഉള്ളത്. ഇന്ന് തിങ്കളാഴ്ച ദിവസം മാർക്കറ്റ് പ്രീ മാർക്കറ്റിൽ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലാണ് ഏഷ്യൻ മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിന് അതിന് വിഭിന്നമായിരുന്നില്ല. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ, ഇത് ഓൾ ടൈം ഹൈ ആണ്. 21,500 വളരെ ക്ലോസ് ആയിട്ടാണ് നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈ ഉള്ളത്. ഏകദേശം ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം പിന്നീട് ആ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പോയി. എന്നാൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്ത് 21,410 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 38 പോയിന്റ് കഴിഞ്ഞ ദിവസത്തെ ക്ലോസിങ്ങിൽ നിന്ന് ഫോൾ ആയിട്ടുണ്ട്. സെൻസെക്സ് 168 പോയിന്റും ബാങ്ക് നിഫ്റ്റി 275 പോയിന്റിൻ്റെയും പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. NSEയിൽ 1165 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. 1000 കമ്പനീസ് കഴിഞ്ഞ ദിവസം ക്ലോസിങ്ങിന് താഴെ ക്ലോസ് ചെയ്തു. നിഫ്റ്റിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഓട്ടോ സെക്ടറിൽ നിന്ന് ബജാജ് ഓട്ടോ 3%, ഹിൻഡൽകോയും അദാനി പോർട്ടും സൺഫാർമയും റിലയൻസും തുടങ്ങിയ കമ്പനീസ് 1% മുതൽ 1.5% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ ഇന്ന് ഫോൾ ആയിട്ടുള്ളത് എനർജി സെക്ടറിൽ നിന്ന് പവർ ഗ്രിഡ് 2.5%, ബാങ്കിങ് സെക്ടറായിട്ടുള്ള ICICI ബാങ്ക് 1.5%, FMCGയിലെ ലീഡിംഗ് കമ്പനിയായിട്ടുള്ള ITC 1.5%, GSW സ്റ്റീൽ 1.5%, IT കമ്പനിയായിട്ടുള്ള ടെക്കം 1.5% ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. TCS ഒക്കെ ഇന്ന് 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ദിവസമാണ്. ഇന്നും IT സെക്ടറൊക്കെ ലീഡ് ചെയ്ത് നിന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. നിഫ്റ്റിയുടെ ആ ഡോട്ടഡ് ലൈൻ കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏറ്റവും മിഡിലായിട്ട് അത് നിഫ്റ്റിയുടെ സ്പോട്ടാണ്. 21,450 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. ആ സ്പോട്ടിന് തൊട്ടപ്പുറമുള്ള 21,500 റേഞ്ചുകളിലും 550, 600 റേഞ്ചുകളിലും കൂടാതെ തന്നെ 22,000 റേഞ്ചുകളിലും കൂടുതൽ ഹയർ കോൾ ഓപ്ഷൻ്റെ റൈറ്റിംഗ് കാണുന്നുണ്ട്. പുട്ട് സൈഡിലും ശക്തമായിട്ട് നിലനിൽക്കുന്നത് ഇപ്പോൾ 21,250 എന്ന് പറയുന്ന റേഞ്ച് ഒക്കെയാണ്. സ്വാഭാവികമായ രീതിയിൽ കോൾ സൈഡിൽ കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തേക്കായും താരതമ്യേന കൂടുതലാണെങ്കിൽ കൂടിയും മാർക്കറ്റ് ഒരു ബീറിഷ് സെൻറ്റിമെൻറ്റ്സിലേക്ക് പോയെന്നോ ഒന്നും ഇതിനർത്ഥമില്ല. മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന ഒരു സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് ഉള്ളൂ. അല്ലാതെ നെഗറ്റീവ് ന്യൂസ് ഇതുവരെ ഗ്ലോബൽ മാർക്കറ്റിലോ ഇന്ത്യൻ മാർക്കറ്റിലോ വന്നിട്ടില്ല. ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $2,022 പെർ ഔൺസ് എന്ന നിലയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഏകദേശം ഒരു $2.50 ഉയർന്നു. ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 0.1 പൈസ. ബ്രന്റ് ഓയിൽ $77.32 പെർ ബാരൽ. ഓസ്ട്രേലിയ, ചൈന, കൊറിയ, ജപ്പാൻ മാർക്കറ്റുകളെല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ജർമ്മൻ മാർക്കറ്റായിട്ടുള്ള ഡാക്സ്, CAC 40, FTSE തുടങ്ങിയ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബേറിഷിൽ തന്നെയാണുള്ളത്. MOX റഷ്യൻ മാർക്കറ്റ് 1.5% ഒരു റാലി ഉണ്ട്. ബിറ്റ്കോയിൻ 900 പോയിന്റിൻ്റെ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് 6% സ്പൈക്ക് ഉണ്ടായി 13.9 ആണ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റായ രീതിയിലാണ്, അതല്ലെങ്കിൽ പോസിറ്റീവായ രീതിയിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. ഇന്ന് മാർക്കറ്റ് ചെറിയ രീതിയിൽ ഫോൾ ആയപ്പോൾ പോലും ഇന്ന് ഇന്ത്യ വിക്സ് വലിയ രീതിയിൽ 6% ഒരു സ്പൈക്കാണ് ഇന്ന് ഇന്ത്യ വിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ റൈറ്റേഴ്സിന് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പ്രീമിയംസ് എല്ലാം തന്നെ കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ നാളെ ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. പണ്ടത്തെ പോലെ ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പറയുന്നുണ്ടെങ്കിൽ കൂടിയും നിഫ്റ്റി ആണ് മാർക്കറ്റിൻ്റെ ഒരു മേജർ ഇൻഡെക്സ് ആയതുകൊണ്ടാണ് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റും എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ നിഫ്റ്റിക്കും അതിനുശേഷമുള്ള ബാങ്ക് നിഫ്റ്റിക്കും അതിനുശേഷമാണ് നിഫ്റ്റി വരുന്നത്. കൂടാതെ തന്നെ വെള്ളിയാഴ്ച സെൻസെക്സും, അങ്ങനെ ഒരുപാട് ഇൻഡെക്സുകൾ 5 ദിവസവും 5 ഇൻഡെക്സും 6 ഇൻഡെക്സാണ് ഉള്ളത്. തിങ്കളാഴ്ച ദിവസം 2 ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ മാർക്കറ്റിൻ്റെ സമയമെല്ലാം തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അടുത്ത വർഷം മിഡിലോട് കൂടിയിട്ട് മാർക്കറ്റിൻ്റെ സമയമെല്ലാം തന്നെ 11:30 ഏകദേശം ആക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഓരോ ഇൻഡെക്സുകളിലും ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം രാത്രി 11:30 വരെ അല്ലെങ്കിൽ ഇരിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇതുവരെ നൽകിയിട്ടില്ലെങ്കിൽ കൂടിയും 5 ഇൻഡെക്സിലും നമ്മൾ പ്രാവീണ്യം നേടേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യമാണ്. അപ്പോൾ 5 ഇൻഡെക്സിൽ ഊന്നിയിട്ടുള്ള ഓപ്ഷൻ കോഴ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ക്ലാസ് റൂമിൽ ഇരുന്ന് ഏറ്റവും കുറഞ്ഞ ഫീസിൽ കാലിക്കട്ടിലും കൊച്ചിയിലും. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ സീറ്റ് കൊച്ചിയിലും കാലിക്കട്ടിലും ഇനി ഓൺലൈനായിട്ടും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. നമുക്ക് സ്റ്റോക്ക് ന്യൂസിലേക്ക് വരാം. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വാർത്തകൾ നമുക്ക് നോക്കാം. TCS
നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ TCS 52 വീക്ക് ഹൈയിലെത്തി 33,929 റേഞ്ചിലാണ് ഇപ്പോൾ TCS നിൽക്കുന്നത്. സ്റ്റോക്ക് ഇന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉള്ളത്, സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് ടൈപ്പായി. 2022 ഫെബ്രുവരിയിലായിരുന്നു TCS ഈ ഒരു റേഞ്ച് 33,839 റേഞ്ച് എത്തി നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഇന്നാണ് TCS ആ ഒരു റേഞ്ച് ടേക്ക് ഔട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഈ ഒരു സമയത്തിനിടക്ക് 2 തവണ TCS ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചു. വേദാന്ത കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് വേദാന്ത. ഈ ഒരു കമ്പനി ഡിവിഡൻഡ് കൊടുക്കാനായിട്ട് വേറെ കാരണമുണ്ട്, അല്ലാതെ ഹൈ ഡിവിഡൻഡ് ഈൽഡ് കൊണ്ടല്ല. എനിവേ, വേദാന്ത കമ്പനി സെക്കൻഡ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. 11 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ഡിസംബർ 27 ഇതിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആണ് ഉള്ളത്. ഷുഗർ സെക്ടറിനെ സംബന്ധിച്ച് ഇന്ന് നല്ലൊരു ദിവസമാണ് ഉണ്ടായിരുന്നത്. ഷുഗർ സെക്ടർ തന്നെ ഇന്ന് 10% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷുഗർ കെയിനിൽ നിന്ന് എഥനോൾ വേർതിരിച്ചെടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അതായത് ഡൊമസ്റ്റിക് മേഖലയിൽ ഷുഗറിൻ്റെ ലഭ്യതക്കുറവ് കാരണം ഈ ഒരു പ്രോസസ്സ് ഗവൺമെൻറ് സ്ലൈറ്റ്ലി ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഒരു റിലീസാക്കി, ഈ ഒരു നിബന്ധന കുറച്ച് റിലീസാക്കി ഗവൺമെൻറ് പുനഃപരിശോധന നടത്തുമെന്നുള്ളൊരു കാര്യം കൊണ്ട് ഇന്ന് ഈ ഒരു സെക്ടറിലുള്ള മേജർ പ്ലെയേഴ്സായിട്ടുള്ള ബൽറാമുൻ ചിനി, രേണുക സിമെൻറ്റ് അല്ലെങ്കിൽ ഡാൽമിയ ഭാരത് തുടങ്ങിയ കമ്പനീസ് 6 മുതൽ 7 മുതൽ 8 വരെയുള്ള റാലി രേഖപ്പെടുത്തി. സൈമൻസ് ഓട്ടോമേഷൻ രംഗത്ത് ലീഡിംഗ് കമ്പനിയാണ് സൈമൻസ്. ഇന്ന് 52 വീക്ക് ഹൈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ഒരു സൈമൻസിൻ്റെ ഒരു ഡീമർജ് നടക്കാനായിട്ട് ഉള്ളൊരു തീരുമാനം കമ്പനി എടുത്തിരിക്കുകയാണ്. റിലയൻസിൽ നിന്ന് ജിയോ വേർപെട്ട പോലെ തന്നെ ഡീമർജ്, ലയിക്കുക എന്ന് പറയുന്നത് മെർജ്, വിഭജിച്ചു പോകുന്നത് ഡീമർജ്. അപ്പോൾ സൈമൻസിൽ നിന്നും ഇവരുടെ ഈ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയായിട്ട് ഡീമർജ് ചെയ്യുന്ന ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. അത് കാരണമാണെന്ന് സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തി 52 വീക്ക് ഹൈയിലേക്ക് എത്തി നിൽക്കുന്നത്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, ഇവരുടെ CMD പറഞ്ഞിരിക്കുന്നത് 10% ഒരു റൈസ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലും നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലും കമ്പനി രേഖപ്പെടുത്തും എന്നുള്ളതാണ്. അംബുജ സിമെൻറ്റ് 6,000 കോടി രൂപയുടെ റിന്യൂവബിൾ പവർ പ്രൊജക്റ്റ് ഗുജറാത്തിലും രാജസ്ഥാനിലും കമ്പനി ചെയ്യുമെന്ന് കമ്പനി അറിയിച്ചു. സോവറിൻ ഗോൾഡ് ബോണ്ട്, ഇന്ന് സോവറിൻ ഗോൾഡ് ബോണ്ടിൻ്റെ പുതിയ സീരീസ് അവൈലബിൾ ആണ്, സർവോദയയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കാൻ ഇപ്പോൾ സമയക്കുറവുണ്ട്. സർവോദയ അപ്സ്റ്റോക്കൊക്കെ ഉള്ള ആളുകൾ, ഇപ്പോൾ സർവോദയ ഉള്ള ആളുകൾ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സർവോദയുടെ നമ്മുടെ ബോട്ടം റൈറ്റ് കോർണറിൽ നമ്മുടെ ക്ലൈൻറ്റ് ID ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറം കാണാം ബിഡ് എന്ന് കാണാം. ആ ബിഡിൻ്റെ ഇവിടെ കാണാം IPO എന്ന് കാണാം, അതല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് കാണാം. ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ എന്തൊക്കെ ഗവൺമെൻറ് അതായത് ക്യാഷ് ഈക്വലൻ്റ് ആയിട്ടുള്ള സർവോദ ക്യാഷ് ഈക്വലൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസും SCBയും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ SCBയിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ SCBയുടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബിഡ് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ക്യാഷ് കട്ടാവുന്നത് സർവോദയിൽ നിന്ന് തന്നെയാണ്, അല്ലാതെ നമ്മുടെ ഗൂഗിൾ പേ എന്നല്ല. അപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച ക്യാഷ് കട്ടാവും. പ്രൈസ് വരുന്നത് 6,200 രൂപയാണ് ഫേസ് വാല്യൂ ഉള്ളത്. 50 രൂപ ഡിസ്കൗണ്ട് പ്രൈസ് നിരക്കിൽ 6,149 രൂപയാണ് നമുക്ക് ആവുന്നത്. പക്ഷേ ഫേസ് വാല്യൂ ഉള്ളത് 6,200 നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത് ഫേസ് വാല്യൂവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. പക്ഷേ നമുക്ക് 50 രൂപ ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും. SCBയെ കുറിച്ച് വിശദമായിട്ട് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇനി അത് കാട് കയറി പറയുന്നില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ IPOയിലേക്ക് വരുമ്പോൾ മുത്തൂറ്റ് ഫിൻകോർപ്പിൻ്റെ IPO ഓപ്പൺ ആയിട്ടുണ്ട്. 277, 291 ആണ് പ്രൈസ് ബാൻഡ് ഉള്ളത്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കട്ട് ഓഫ് പ്രൈസ് ടിക്ക് ചെയ്യാൻ മറക്കരുത്. NBCCക്ക് 180 കോടി രൂപയുടെ ഓർഡർ കിട്ടി. IRB ഇൻഫ്ര ഇന്ന് 5% റാലി രേഖപ്പെടുത്തി. 1,683 കോടി രൂപയുടെ ഓർഡർ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് കിട്ടി. ഡിക്സൺ ടെക് LIC ഡിക്സൺ ടെക്കിൻ്റെ ഷെയർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദേവയാനി KFCയുടെ ഒക്കെ പ്രൊമോട്ടേഴ്സാണ്. തായ്ലൻഡിൽ 247 KFC സ്റ്റോറുകൾ ഇവർ അക്വയർ ചെയ്തിട്ടുണ്ട്. JK Tyre ഇന്ന് 10% റാലി രേഖപ്പെടുത്തി. ഫണ്ട് റേസ് ചെയ്യാനുള്ള തീരുമാനം ഇവരുടെ ബോർഡ് അംഗീകാരം കൊടുത്തു എന്നുള്ളതാണ്. മറ്റുള്ള ന്യൂസുകളായിട്ട് നാളെ രാവിലെ ഏറെക്കെത്താം. താങ്ക് യു, ബൈ ഓൾ.